അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൽ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഉദ്ദേശങ്ങളിലൊന്നായി സത്യനിഷേധികൾക്ക് കടുത്ത ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അത് സത്യനിഷേധികളെ ഉദ്ദേശിച്ചുകൊണ്ട് പൊതുവിൽ പറഞ്ഞതായിരുന്നു. എന്നാൽ തുടർന്ന് പറയുന്നത് അള്ളാഹുവിന് മക്കളുണ്ടെന്ന് സങ്കല്പിക്കുകയും ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ദൈവികതയിൽ പങ്കുകാരെ കൽപ്പിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് താക്കീത് നൽകുവാൻ കൂടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. യാതൊരു തെളിവോ ന്യായമോ ഇല്ലാതെ അവർ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്ന ഈ കളവ് അതീവ ഗുരുതരമായ കള്ളാരോപണം തന്നെയാണ് എന്നാണ് ഇന്ന് പഠിക്കുന്ന 4-5 ആയത്തുകളിൽ പറയുന്നത്. വയുൻസിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാനും അതിനുകൂടി വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണെന്നും അതിന് കടുത്ത ശിക്ഷയുണ്ടായിരിക്കുമെന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അള്ളാഹു അല്ലെങ്കിൽ പ്രവാചകൻ ഖുർആനിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുള്ളതുപോലെ അള്ളാഹുവിന് മക്കളോ സഹായികളോ ഉണ്ടാവുക എന്നത് അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹുവിനെ പോലെ മറ്റാരും ഉണ്ടാവുകയില്ല എന്ന അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിന്, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾക്ക് ചേർന്നതല്ല. അള്ളാഹുവിൻ്റെ ഏകത്വം ഊന്നി പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൽ അത് വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിലും പറഞ്ഞത്. മക്കളോ പങ്കുകാരോ സഹായികളോ ഇല്ലാത്ത മഹാനായ അള്ളാഹുവിൻ്റെ സ്തുതികൾ വാഴ്ത്തുക എന്ന് കഴിഞ്ഞ സൂറത്തിലെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞ ശേഷം അള്ളാഹുവിന് മക്കളുണ്ടെന്ന് ആരോപിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ് അവർക്ക് കടുത്ത ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുവാനുള്ളതായിട്ട് കൂടിയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ ഈസാ നബിയെയും ജൂതന്മാർ ഉസൈറിനെയും അള്ളാഹുവിൻ്റെ മക്കളായി സങ്കല്പിച്ചപ്പോൾ മക്ക മുശ്രിക്കുകൾ മലക്കുകളെ അള്ളാഹു പെൺമക്കളായി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിച്ചു. മക്ക മുശ്രിക്കുകൾ എന്ന് പറയുമ്പോൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ എല്ലാ ഗോത്രങ്ങൾക്കും ഈ വിശ്വാസം ഉണ്ടായിരുന്നു എന്നർത്ഥമില്ല. ഖുറൈശികളിലെ കനാന ഗോത്രത്തിനും അതുപോലെ ഹുസാ ഗോത്രത്തിനുമാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന സങ്കല്പം പ്രധാനമായും ഉണ്ടായിരുന്നത്. ഏതായാലും ഇവരൊക്കെയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ച ആരോപണമായിരുന്നു ഇത്. മാലഹും ബിഹിമിൻ എൽമിൻ, അവർക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. വലാലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാർക്കുമില്ല. തങ്ങൾക്ക് പൂർവികന്മാരായി ലഭിച്ച പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ വിശ്വാസം കൊണ്ട് നടക്കുന്നത് എന്നാണ് ബൗദ്ധൈവ വിശ്വാസികൾ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഒരു തെളിവുമില്ലാതെയാണ് അവരാകട്ടെ അവരുടെ പിതാക്കന്മാരാകട്ടെ ഈ ആരോപണം അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും പ്രമാണങ്ങളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നേരിൽ കണ്ടറിയുന്ന രൂപത്തിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവ് വേണം. ഇതൊന്നുമില്ലാതെ ശുദ്ധ നുണയാണ് അവർ പറയുന്നത്. കബുറത്ത് കെലിമത്തൻ, ആ വാക്ക് ഭയങ്കരമായിരിക്കുന്നു. അവർ പറയുന്ന ആ വാക്ക് ഭയങ്കരമായിരിക്കുന്നു. തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് പുറപ്പെടുന്ന ആ വാക്ക്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് അവരുടെ വായ കൊണ്ട് അവർ പറഞ്ഞു നടക്കുന്ന ആ വാക്ക് വളരെ ഗുരുതരമായ വാക്കായിരിക്കുന്നു. ഈ യഖൂലൂന ഇല്ലാ കദിബ, അവർ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഈ യഖൂലൂന, അവർ പറയുന്നില്ല, ഇല്ലാ കദിബ, കളവല്ലാതെ, ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ. അള്ളാഹുവിൻ്റെ പേരിൽ അവർ കെട്ടിച്ചമക്കുന്ന ഗുരുതരമായ ഈ ആരോപണം ശുദ്ധ കളവ് മാത്രമാണ്. അതിൽ ശരിയുടെയോ സത്യത്തിൻ്റെയോ ഒരംശം പോലുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തിയുടെ ഗൗരവമനുസരിച്ചുള്ള താക്കീതാണ് അവർക്ക് ഈ ഖുർആനിലൂടെ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന സൂചനയാണ്. ഈ പച്ചക്കള്ളം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു പോവുകയാണ്, എന്തൊരു മനുഷ്യരാണിവർ. അവരുടെ വിജയത്തിനു വേണ്ടി മഹത്തരമായ നേർമാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് സത്യമാർഗത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന ഈ മനുഷ്യരെ
എങ്ങനെയാണ് നന്നാക്കുക എന്നാലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നതാണ് അടുത്ത ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.